നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് SCERT 6ാം ക്ലാസ് 7ാം ക്ലാസ് ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ ബേസിക് കാര്യങ്ങളാണ്. പക്ഷേ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. നമുക്ക് സമയം കളയാതെ നോക്കാം. എന്താണ് ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങൾ മാത്രമല്ല, സാധനങ്ങളും പ്ലസ് സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണെന്ത്? ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ ടാഞ്ചിബിളായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കാണാൻ കിട്ടുന്നതാണ് ഉൽപ്പാദനം എന്ന് പലർക്കും തെറ്റായൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. എന്താണ് ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അത് സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ, ഇത് രണ്ടും എന്താണ് ഉൽപ്പാദനത്തിൽ പെടുന്നതാണ്. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദന ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണോ അതാണെന്ത്? ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ ഒന്ന് നോക്കാം. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണത്? ഭൂമി അഥവാ ലാൻഡ്, തൊഴിൽ അഥവാ ലേബർ, മൂലധനം അഥവാ ക്യാപിറ്റൽ, സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റുകൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. എന്താണ് ഉൽപ്പാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദന ഫലമായി ലഭിക്കുന്നതാണെന്ത്? ഉൽപ്പന്നം. ഇങ്ങനെ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളെ 4ആയിട്ട് തിരിക്കാം. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം, 4 സംഘാടനം. ഒന്ന് ഷോർട്ടാക്കിയ LLCO അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ആദ്യം ഈ കാര്യം ഒന്ന് നന്നായിട്ട് മനസ്സിൽ പതിയുക. അപ്പം ഒന്നും കൂടി പറയുകയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദന ഫലമായിട്ട് ലഭിക്കുന്നതാണെന്ത്? ഉൽപ്പന്നം. ഇങ്ങനെ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ 4ആയിട്ടാണ് തിരിക്കുന്നത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവയാണ് ആ 4 ഘടകങ്ങൾ. ഇനി എന്താണ് ഭൂമി അഥവാ ലാൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഭൂമി എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു സ്ഥലം, അതാണ് നമ്മൾ ഭൂമി എന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതല്ലേ. പക്ഷെ അതുമാത്രമല്ല, എന്താണ് ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ ഒരു അർത്ഥമാണ് ഭൂമി എന്നതുകൊണ്ട് അഥവാ ലാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. എല്ലാ പ്രകൃതി വിഭവങ്ങളും എന്തിലാണ്? ഭൂമിയിലാണ് പെടുന്നത്. ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് ഭൂമി എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത് പറഞ്ഞ ലാൻഡ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ലേബറാണ് അല്ലേ. ആ ലേബർ അഥവാ തൊഴിൽ എന്താണെന്ന് നോക്കാം. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. തൊഴിൽ അഥവാ ലേബർ നമുക്കറിയാം. നമ്മൾ എന്തൊരു ഉൽപ്പാദനം എടുത്താലും ആ ഉൽപ്പാദനത്തിൽ തൊഴിലാളികളുടെ
അവരുടെ അധ്വാന ശേഷി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. അത് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാൻഡ് എന്താണെന്ന് പഠിച്ചു, ലേബർ എന്താണെന്ന് പഠിച്ചു. ഇവിടെ തൊഴിലിൽ തൊഴിലാളി അവൻ്റെ അധ്വാന ശേഷിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ആ തൊഴിലിൽ എന്താണ് മെയിൻ ഘടകമായിട്ട് വരുന്നത്. ഇനി നമുക്ക് തൊഴിലിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. ഇതാണ് തൊഴിൽ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തൊഴിലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കെല്ലാം ലാൻഡ് പറഞ്ഞതുപോലെ തന്നെ തൊഴിലെന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അത് മാത്രമാണ്, അല്ലെങ്കിൽ ശാരീരികമായുള്ള അധ്വാനം അത് മാത്രമാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ശാരീരികമായിട്ടുള്ള അധ്വാനമുണ്ട്, കായികപരമായ അത്തരം അധ്വാനമുണ്ട്, മാനസികമായിട്ടുള്ള അധ്വാനമുണ്ട്, ബുദ്ധിപരമായ അധ്വാനമുണ്ട്. ഇതെല്ലാം തൊഴിലിലാണ് പെടുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അത് തൊഴിലാവുകയുള്ളൂ. ഇപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ പൊതുവേ നമ്മുടെ വീട്ടിലൊരു ചെടി നടുമ്പോൾ അതിനെ നമ്മൾ തൊഴിലായിട്ട് കാണാറില്ല. പക്ഷേ അതേ മറ്റൊരു ഒരു ഹോസ്പിറ്റലിൻ്റെ ഗാർഡൻ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയി ചെടികൾ നട്ട് അതിന് കുറച്ച് നമുക്ക് വേതനം കിട്ടുകയാണ്, കൂലി കിട്ടുകയാണെങ്കിൽ അത് തൊഴിലായിട്ട് മാറും അല്ലേ. അപ്പോൾ എപ്പോഴും അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നെങ്കിൽ മാത്രമേ അത് തൊഴിലാവുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷി പ്രതിഫലം ലഭിക്കാത്തതിനാൽ തൊഴിലായിട്ട് പരിഗണിക്കാറില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്യുന്ന എന്തോരം ജോലി, നമ്മൾ പുറത്തു പോയി ചെയ്യുന്ന ജോലികളുടെ ഇരട്ടി ജോലികൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ അമ്മമാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു തൊഴിലായിട്ട് ആരും പറയാത്തത് അതിന് കൂലി ലഭിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ വാർത്തകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ വീട്ടിൽ ചെയ്യുന്ന ജോലിക്കും കൂലി കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ റയറായിട്ട് അങ്ങനെ കാണുന്ന ന്യൂസുകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ അധ്വാനത്തിന് കൂലി ലഭിക്കുന്നുണ്ടെങ്കിലേ അതിനെ തൊഴിലായിട്ട് കാണുന്നുള്ളൂ. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങളായിട്ടും കൂലി ലഭിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നോക്കുമ്പോൾ തെങ്ങ് കയറാൻ വരുന്ന ചേട്ടന് ചിലപ്പോൾ ചില ആൾക്കാർ, പണ്ടത്തെ കാര്യമാണ് ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, തേങ്ങയാണ് കൂലിയായിട്ട് ചിലർ വാങ്ങിയിട്ട് പോകുന്നത്. പൈസയ്ക്ക് പകരം ഒരു തെങ്ങ് കയറുമ്പോൾ ഇത്ര തേങ്ങ അങ്ങനെ കൂലിയായിട്ട് വാങ്ങുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിലും കാണാറുണ്ട്. അപ്പം പണമായിട്ട് മാത്രമല്ല, ചിലപ്പോൾ സാധനങ്ങളായിട്ടും കൂലി ലഭിക്കാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്ന അവൻ്റെ അധ്വാനശേഷിയാണ് അല്ലേ. ഇന്നുപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്നുപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് ഞാനത് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം എന്ന് കരുതിയാൽ നമ്മുടെ ഇന്നത്തെ അതിനുള്ള അധ്വാനശേഷി അത് വേസ്റ്റായിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തൊഴിലാളിയുടെ ഈ അധ്വാനശേഷിയെ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പല ഫാക്ടറികളിലും അങ്ങനെ പല ഓഫീസുകളിലായാലും അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ അധ്വാനശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ. അങ്ങനെ പരിശീലനത്തിലൂടെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും, മെച്ചപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും. അടുത്തത് ലാൻഡ്, ലേബർ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അഥവാ മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് വാങ്ങുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾക്ക് മൂലധനം എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയൊക്കെ
മൂലധനത്തിൽ ഉൾപ്പെടും. അപ്പോൾ എന്താണ്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ആ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് എന്താണ്? മൂലധനം ആവശ്യമാണ്. നമ്മളൊരു ഫാക്ടറി ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ആ ഫാക്ടറി സ്ഥാപിക്കുക, അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, അതുപോലെ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ്? മൂലധനം ആവശ്യമാണ്. അപ്പോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ, ശ്രദ്ധിക്കുക, കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണെന്ത്? മൂലധനം എന്നറിയപ്പെടുന്നത്. ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതൊക്കെ എന്താണ്? മൂലധനത്തിൽ ഉൾപ്പെടും. ഇനി വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ആയാലും എന്താണ്? ആ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ്? ഉൽപ്പാദനം നടത്താൻ സാധിക്കില്ലേ? അപ്പം അങ്ങനെ ഇപ്പം കൂടുതൽ ആൾക്കാരും എന്താണ്? വിജ്ഞാന മൂലധനത്തിലൂടെ ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യാറ്. അത് ലോകവ്യാപകമായിട്ട്, ഇപ്പോൾ ഒരു കേരളത്തിലെ മാത്രം കാര്യമല്ല, ലോകത്തെല്ലായിടത്തും വിജ്ഞാനത്തിലൂടെ നോളജ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ എന്താണ്? പ്രൊഡക്ഷൻ നടത്തുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി മൂലധനത്തിൻ്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ശരിയല്ലേ? മൂലധനം ഇപ്പം ലാൻഡിനെ ആയാലും ലേബറിനെ ആയാലും ഓർഗനൈസേഷനെ ആയാലും എല്ലാ ഘടകങ്ങളെയും എന്താണ്? മൂലധനം സഹായിക്കുന്നുണ്ട്. അതുപോലെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. അതുപോലെ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, തൊഴിലിന് വേതനം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂലി ലഭിക്കുന്നുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രതിഫലം കൂലിയാണ്. അതുപോലെ തന്നെ മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ്. അതും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ലേബറിൻ്റെ എന്താണ് പ്രതിഫലം എന്ന് പറയുന്നത്? കൂലിയാണെങ്കിൽ മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് പലിശയാണ്. മൂലധനം എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂലധനം എന്താണ്? ചലനാത്മകമാണ്. അടുത്തതായിട്ട് നമുക്ക് സംഘാടനം എന്താണെന്ന് നോക്കാം. സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. നമ്മൾ മുൻപ് സൂചിപ്പിച്ച 3 ഘടകങ്ങളുണ്ട്. ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അല്ലേ? ആ 3 ഘടകങ്ങളെയും എന്താണ്? കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തിയെ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നു. ഒന്നും കൂടി പറയാം. ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് ആര്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ഈ ഒരു ചാർട്ടൊന്ന് നോക്കിക്കേ. ഭൂമി, തൊഴിൽ, മൂലധനം, ഇത് സംഘാടനം എന്താണ്? ഇവയെ കൂട്ടിയോജിപ്പിച്ച് പിന്നീട് അത് ഉൽപ്പാദനത്തിലേക്കും അവിടെ നിന്ന് അതൊരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കലിലേക്കും എത്തുന്നു അല്ലേ? അപ്പം ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇവ 4 ചേർന്നാണ് ഉൽപ്പാദനം ഉണ്ടാവുന്നത്. ആ ഉൽപ്പാദനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്താണ്? ഉൽപ്പന്നമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ കാണുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടാണ്. ഇതും SCERT പാഠപുസ്തകത്തിലുള്ള ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉൽപ്പാദന യൂണിറ്റാണ്. അവിടെ നിന്നും ഈ ഉൽപ്പാദന യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഇതിൻ്റെ ഒരു ചാക്രികമായ പ്രവാഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കൂ,
സാധനങ്ങളും സേവനങ്ങൾക്കുമുള്ള വില ഉൽപ്പാദന യൂണിറ്റിലേക്ക് ഗാർഹിക യൂണിറ്റിൽ നിന്നും കൊടുക്കുമ്പോൾ സാധനങ്ങളും സേവനങ്ങളും ഗാർഹിക യൂണിറ്റിലേക്ക് എത്തുന്നുണ്ട് അല്ലേ? അതുപോലെ ഉൽപ്പാദന ഘടകങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലവും എന്താണ് നമുക്ക് ഈ ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ആകെ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട മെയിൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപ്പാദന യൂണിറ്റും ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കെന്താണ് ആ ഉൽപ്പാദന ഘടകങ്ങളുടെ ചാർട്ട് മുഴുവനായിട്ട് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഇവിടെ നമ്മൾ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതായത് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദന പ്രക്രിയയിലൂടെ അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? ഉൽപ്പന്നമാണ്. ഉൽപ്പാദന പ്രക്രിയയുടെ ഫലമായിട്ട് ലഭിക്കുന്നത് എന്താണ്? ഉൽപ്പന്നമാണ്. അത് ജസ്റ്റ് ഒന്നും കൂടി ഒരു ചാർട്ടിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത്തരം ചിത്രങ്ങളോ ചാർട്ടുകളോ ഒക്കെ നമ്മൾ നോക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിയും അല്ലേ? ഒരു പടത്തിൽ കാണുന്ന കാര്യവും നമ്മൾ ഒരു പാരഗ്രാഫിൽ കാണുന്ന കാര്യവും ചോദിച്ചാൽ എപ്പോഴും ആ ചിത്രത്തിൽ കാണുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ വേഗം പതിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുത്തുന്നത്. അഥവാ ഈ ചിത്രങ്ങൾ കാണാണ്ട് ഇത് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ സോർട്ട് ചെയ്ത് പറയുകയാണ്. നമ്മുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണുള്ളത്. അത് ഒന്ന് തൊഴിൽ, അതുപോലെ ഭൂമി, മൂലധനം, സംഘാടനം. ഇങ്ങനെ 4 ഘടകങ്ങളാണുള്ളത്. ഈ 4 ഘടകങ്ങളിൽ 3 ഘടകങ്ങളായിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇവയെ എന്താണ് ഒന്ന് യോജിപ്പിക്കുന്നത് സംഘാടനം എന്ന് പറയുന്ന ഘടകമാണ്. ഇതെല്ലാം കൂടി ചേർന്ന് ഈ 4 ഘടകങ്ങളും കൂടി ചേർന്ന് ഒരു ഉൽപ്പാദന പ്രക്രിയയുടെ ഫലമായിട്ട് എന്താണ് ഒരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുന്നത് ഇവയെല്ലാം ചേർന്ന ഉൽപ്പാദന പ്രക്രിയയിലൂടെയാണ്. അത് മാത്രമാണ് മെയിൻ പോയിന്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇത് ഇത്രയും 6ാം ക്ലാസ്സിലുണ്ടായിരുന്ന SCERT പാഠഭാഗത്ത് നിന്നാണെങ്കിൽ ഇനി നമ്മളത് 7ാം ക്ലാസ്സിലേക്ക് വരികയാണ്. 7ാം ക്ലാസ്സിലെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മെയിൻ പോയിന്റ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദാരിദ്ര്യരേഖ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. എന്താണ് ദാരിദ്ര്യം? മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യമാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഒപ്പം എന്താണ്? വിദ്യാഭ്യാസം, ആരോഗ്യം. ഇവയെല്ലാം ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ അല്ലെങ്കിൽ അത് സ്വത്ത് പ്രാപ്യമാക്കാനുള്ള ശേഷിയോ ഇല്ലാത്ത ആളാണ് ആര്? ദരിദ്രൻ എന്ന് പറയുന്നത്. ദരിദ്രൻ അല്ലെങ്കിൽ ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം. ഇനി ദാരിദ്ര്യരേഖ എന്താണെന്ന് നോക്കിയാൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. അപ്പോൾ ദരിദ്രർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ദാരിദ്ര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ദാരിദ്ര്യരേഖ എന്താണെന്ന് നോക്കിയാൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മളെന്ത്? ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്താണെന്ന് നോക്കിയാലോ? ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് എന്ത്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയും, MPI. ഈ MPI എന്താണെന്ന് ഓർത്തു വെക്കുക. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ടായിരിക്കും തരുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം MPI എന്താ? മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. മലയാളത്തിൽ അത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയും. എന്താണത്? ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും അതായത് OPHI, അതുപോലെ UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും
UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണിത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ എന്നീ 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണിത്. ഒന്നും കൂടി പറയാം. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI, ഇത് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ആഗോളതലത്തിൽ, അതാണ് മെയിൻ പോയിന്റ്. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDPയും കൂടി സംയുക്തമായിട്ട് തയ്യാറാക്കിയതാണ്. അതൊരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ 12 സൂചകങ്ങളെയാണ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ OPHIയും UNDPയുമാണ് ഇത് തയ്യാറാക്കിയത്. അതും ഓർത്തു വെക്കുക. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളെന്ന് വെച്ചാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ഇതെല്ലാം ആർജിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പരിഗണിച്ചാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക ദാരിദ്ര്യത്തെ കണക്കാക്കുന്നത്. ഒന്നും കൂടി പറയാം. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ഇത് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സൂചികയാണ്. അതിനുവേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കൂടെ ചേർന്ന് സംയുക്തമായിട്ടാണ്. ഇതിലൊരു 12 സൂചകങ്ങളുണ്ട് ദാരിദ്ര്യത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായിട്ടാണ് ഈ 12 സൂചകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആരോഗ്യത്തിലേക്ക് വരികയാണെങ്കിൽ പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യമൊക്കെ ആരോഗ്യത്തിൽ പെടും. വിദ്യാഭ്യാസ സൂചകത്തിൽ പെടുന്നത് സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ. എന്താണ് ഈ സ്കൂൾ ഹാജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില കുട്ടികൾ രോഗങ്ങൾ കാരണം സ്കൂളിൽ വരാണ്ടിരിക്കും, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ ഒന്നും ഇല്ലാണ്ട് പട്ടിണി കാരണം സ്കൂളിൽ വരാൻ പറ്റാണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ. പിന്നെ ജീവിത നിലവാരം, അത് പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇതൊക്കെ ജീവിത നിലവാരത്തിൽ വരും. ഈ 3 ഘടകങ്ങളിലായിട്ട് 12 സൂചകങ്ങളാണ്. ഈ മെയിൻ 3 ഡിവിഷൻസ് എടുത്ത് 3 തലങ്ങളാക്കി അതിൽ 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഇനി ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തെ പദ്ധതി വിഭാഗം എന്ന് പറയുന്നത് സ്വയം തൊഴിലും വേതന തൊഴിൽ പദ്ധതികളാണ്. സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളാണ്. അതിലുൾപ്പെടുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഇടും. ഈ ഓരോ പദ്ധതികളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ഈ പദ്ധതികളുടെ രണ്ടിൻ്റെയും ലക്ഷ്യം താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതികളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും. പിന്നെ മറ്റൊരു പദ്ധതിയാണ് ജീവനം പദ്ധതി. അത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനാണ് ജീവനം പദ്ധതി. പിന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും
പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പം സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളിൽ പെടുന്ന 4 പദ്ധതികൾ പറഞ്ഞു. ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, 2 പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇത് രണ്ടും എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതാണ്. ജീവനം പദ്ധതി എന്താ? സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, കുറ്റകൃത്യങ്ങൾക്കിരയായിട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനാണ് ജീവനം പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്താ? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് നൽകുന്ന തൊഴിൽ പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇനി ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ നോക്കാം. അത് 3 പദ്ധതികളാണ്. ഒന്ന് പൊതുവിതരണ സംവിധാനം, 2 പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, അതുപോലെ സുഭിക്ഷ കേരളം പദ്ധതി. എന്താണ് പൊതുവിതരണ സംവിധാനം? ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിതരണം നടത്താൻ, അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണിത്. PM പോഷൻ കേട്ടിട്ടില്ലേ? പ്രധാനമന്ത്രി പോഷൻ ശക്തിമാൻ, അത് 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ്. PM പോഷൻ എന്നാണ് നമ്മളതിനെ ആ പദ്ധതി ചുരുക്കി പറയുന്നത്. പിന്നെ സുഭിക്ഷ കേരളം പദ്ധതി, അത് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. പിന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും. അത് നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണെന്ത്? ദേശീയ സാമൂഹിക സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും. ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്, അത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പം നമ്മൾ തൊഴിൽ, സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ നോക്കി, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ നോക്കി, സാമൂഹിക സുരക്ഷാ പദ്ധതികളും നോക്കി. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇത് കൂടാണ്ട് എന്താണ്, കേരളം മറ്റ് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതാണ് സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവയൊക്കെ കേരള ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികൾക്ക് ഉദാഹരണമാണ്. നമുക്ക് പദ്ധതികളുടെ ഡീറ്റെയിൽ വീഡിയോയിലായിട്ട് അത് നോക്കാം. ഇനി കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച ഇവ ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹിക ജീവിതത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അതുവഴി കിട്ടിയ അനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊക്കെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കുടുംബശ്രീ? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. ഇനി നമുക്ക് ഭക്ഷ്യസുരക്ഷ എന്താണെന്ന് നോക്കാം. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭക്ഷ്യസുരക്ഷ? ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്. ഇനി വിശപ്പുരഹിത കേരളം, പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് എന്ത് വിശപ്പുരഹിത കേരളം പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയത്. അതും ജസ്റ്റ് വായിച്ചു വിടുക. ഈ പദ്ധതി നടന്നു വരുന്നത് പറഞ്ഞല്ലോ കുടുംബശ്രീയുടെയൊക്കെ സഹായത്തോടെയാണ്. ഇത് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുക, അതുവഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നാണ് ലക്ഷ്യം.
അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യപൂർണ്ണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. ഇത് കൂടാണ്ട് ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളിലും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. ഇത് പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എന്നും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു. അതും അത്ര പ്രസക്തമായിട്ടുള്ള പോയിൻ്റ് ഒന്നുമല്ല, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇവിടെ മനസ്സിലാക്കേണ്ട മെയിൻ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ വിശപ്പ് രഹിത കേരളം പദ്ധതി അത് 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. അതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഈ വിശപ്പ് രഹിത കേരളം പദ്ധതി എന്താണ് എന്ന് മാത്രം. പിന്നെ ഭക്ഷ്യസുരക്ഷ എന്താണെന്നുള്ള പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നോക്കുവാണെങ്കിൽ 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അതും മനസ്സിലാക്കി വെക്കുക. നമ്മളപ്പോൾ പ്രധാനമായിട്ടും എക്കണോമിക്സിൽ 6ഉം 7ഉം ക്ലാസ്സുകളിലെ SCERT പാഠഭാഗങ്ങളിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നോക്കിയത്. ഈ കാര്യങ്ങളൊന്ന് ആവർത്തിച്ച് പഠിക്കുക. അടിസ്ഥാനം നന്നായിട്ട് കിട്ടിയാലേ നമുക്ക് വലിയ വലിയ പോയിന്റുകളിലേക്ക് ഇനിയും പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ പദ്ധതികളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഈ പദ്ധതികൾ കൂടാതെ കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.